ഞാൻ ബാംഗ്ലൂർ ഡേയ്സ് ചെയ്യുന്നു, പുലിമുരുകൻ ചെയ്യുന്നു, ദിലീപേട്ടൻ്റെ റിംഗ് മാസ്റ്റർ ചെയ്യുന്നു, ഹൗൾഡർ ചെയ്യുന്നു പറഞ്ഞിരുന്നു. എല്ലാം വ്യത്യസ്തമായ പടങ്ങൾ. അതെനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു. ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ പെടരുതെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. പുലിമുരുകനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുട്ടികളെ പോലെ എനിക്ക് സിനിമ തിയേറ്ററിൽ ഇരിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ പുലിമുരുകൻ കാണുന്നത്. പുലിമുരുകൻ ലാലേട്ടൻ വന്ന് ഞാൻ എന്താ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ കുഞ്ഞിലോട്ട് ലാലേട്ടൻ്റെ ഫാനാണ്, മമ്മൂക്കയുടെ ഫാനാണ്. എൻ്റെ അച്ഛന് സിനിമ തിയേറ്ററായിരുന്നു ബിസിനസ്. ഒട്ടുമിക്ക മലയാള സിനിമകളുടെ എല്ലാം ഞാൻ അവിടെ നിന്ന് തന്നെ എല്ലാം കണ്ട് പഠിക്കലായിരുന്നു. എൻ്റെ പരിപാടി കുഞ്ഞിലോട്ട് സ്കൂളിലൊന്നും പോകത്തില്ല, തിയേറ്ററിൽ തന്നെ ആയിരിക്കും ഫുൾ ടൈം. അങ്ങനെ ഭാര്യയുണ്ട്. കുഞ്ഞിലോട്ട് തന്നെ സിനിമ ഒരു ബ്ലഡിൽ ഊറി കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴൊക്കെ അപ്പം ഞാൻ കുഞ്ഞിലിരുന്ന് കാണുമ്പോൾ ഇങ്ങനെ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു കുട്ടിയായി ഞാൻ എന്തായിരിക്കും ആഗ്രഹിക്കുക? അതേ ആര് ചെയ്തിട്ടുള്ളൂ. അപ്പം പവർ പാക്ക് അടിക്കണം, തിയേറ്റർ ആഘോഷമാണ്. ആഘോഷങ്ങൾക്ക് കേരളത്തിന് ചെണ്ട വേണം. അപ്പം ചെണ്ടയും ലാലേട്ടനും മതി. അതവിടെ കണ്ടു. അത് തിയേറ്റർ ഒന്നാമത്തെ ദിവസം കിട്ടിയോളൊന്നും ഇപ്പോൾ ഒരു സിനിമയ്ക്കും കിട്ടിയിട്ടില്ല. അതൊരു വലിയ സന്തോഷമാണ്. അത് ഇന്നും എന്താ പറയുക, അത് കണ്ടിറങ്ങുന്ന സമയത്ത് ഇപ്പോഴും വൈശാഖിൻ്റെ അത് കണ്ടിറങ്ങുന്ന വൈശാഖ് ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ആ പടം കണ്ടിറങ്ങുമ്പോൾ. ഇപ്പോൾ ലാലേട്ടനെ ഒരു പട്ടീനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇരുത്തുന്നുണ്ട്, ഒരു ഫൺ സീൻ പറയും. പട്ടീനെ വിളിച്ച് ഇരുത്തുന്നുണ്ട്. പട്ടീനെ വിളിച്ചിട്ട് ഒരു ഫൺ ടൈപ്പ് മ്യൂസിക് വരുന്നുണ്ട്. അതിനുശേഷം ആ സമയത്ത് ഒരാൾ ലാലേട്ടൻ്റെ മുതുകത്തിട്ടൊരു വടി കൊണ്ട് അടിക്കുന്നുണ്ട്. പാട്ടിയൊക്കെ പൊട്ടിത്തെറിച്ച് പോകുന്നു. നടക്കാത്ത കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ അടിക്കുന്ന സ്ഥലത്ത് അടിയുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ മ്യൂസിക് ബിൽഡപ്പ് ചെയ്യാം. അവിടെ ഒന്നും ചെയ്തില്ല. അവിടെ നമ്മൾ സൈലൻസ് ഒക്കെ ഇരിക്കുന്നു. ഒരു ഡ്രോൺ മാത്രം ഇങ്ങനെ ഉണ്ടാവും. ഒരു ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഒരു സബ് ബേസ് മാത്രം ഉണ്ടാവും. അവിടെ നിന്ന് സബ് ബേസ് മാത്രം കൊടുക്കാം. കുറച്ച് നേരം ഉണ്ടായിരിപ്പ്, ഒരു 10 സെക്കൻഡ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പുള്ളി. അടുത്ത് എന്ത് ചെയ്യുന്ന അറിയത്തില്ല. അപ്പോൾ ആ സൈലൻസ് കൊടുക്കുന്നിടത്താണ് അടുത്തത് എന്തെന്നുള്ളൊരു ചിന്ത വരത്തുള്ളൂ. ആളിങ്ങനെ ഇയാളിങ്ങനെ ഒരു അടി കിട്ടി, അടിയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ തലയുള്ള പൊളിക്കണ പോലെയുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ മ്യൂസിക് ഒന്ന് ചെയ്തിട്ട് കയറാം, അവിടെ സൈലൻസ് ഇടാം. അത് കഴിഞ്ഞ് ലാലേട്ടൻ ഠുപ്പ് എന്നൊരു എണീക്കുന്നുണ്ട്. അവിടെ മുണ്ട് ഒരു വലിക്കുന്നുണ്ട്. അവിടെയാണ് പവർ വരുന്നത്. അതിന് വരെ അടിച്ചു കെട്ടി ലാലേട്ടൻ ഇങ്ങനെ നോക്കുന്ന സ്ഥലത്ത് നമ്മൾ മ്യൂസിക് കൊടുത്തു കഴിഞ്ഞാൽ ആ പവറൊക്കെ പോകും എന്ന് പറഞ്ഞാൽ അതൊരു ടെക്നിക്കാലിറ്റിയാണ്. അപ്പോൾ ആ ടെക്നിക്കാലിറ്റി നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കിട്ടും. നമ്മളൊരു ടെക്നീഷ്യൻ ആണെങ്കിൽ കിട്ടിയിരിക്കും. നമ്മൾ എത്രത്തോളം നല്ല ടെക്നീഷ്യൻ ആയിരിക്കും അത്ര നമ്മളുടെ ടെൻഷനും കുറയും. ഈ പറയുന്ന മുരുകൻ തന്നെ വരണം. അപ്പൊ മുരുക നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം തന്നെ കിട്ടണം. അപ്പോൾ ചിലപ്പോൾ അപ്പം തന്നെ മൈക്കിലെടുത്ത് റെക്കോർഡ് ചെയ്തങ്ങ് വെക്കുകയാണോ, അങ്ങനെ ചെയ്ത് ചെയ്തങ്ങ് പോവാം. അപ്പം തന്നെ ഞാനത് ചെയ്ത ഒരു ചെറിയൊരു അപ്പാർട്ട്മെന്റിലാണ്, ഒരു കുഞ്ഞൊരു അപ്പാർട്ട്മെന്റിലായിരുന്നു ഞാനും വൈശാഖും കൂടി. കുഞ്ഞെന്ന് പറഞ്ഞാൽ ശരിക്കൊരു കുഞ്ഞു അപ്പാർട്ട്മെന്റ്. അവിടെ ഒരു വയസ്സായ സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു ദോശയൊക്കെ ചുട്ട് തരും. ഞാനും വൈശാഖും അവിടെ കുറച്ച് അസിസ്റ്റൻസ് ഒക്കെ ഇരിക്കുന്നത് ഒരു കുഞ്ഞു മുറിയിലിരുന്നുകൊണ്ടാണ് മുരുക ആ പടം മുഴുവൻ ഞാൻ പ്രോഗ്രാമിങ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ കൊട്ടി ആഘോഷിക്കുകയും ഞങ്ങൾ തന്നെ ആഹ്ലാദിക്കുകയും ഞങ്ങൾ തന്നെ ഈ സീൻ ഓരോന്ന് വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ തട്ടി ആസ്വദിക്കുകയും എൻ്റെ തൊടയിൽ ഇപ്പോൾ ഓർമ്മ ഇങ്ങനെ തട്ടി തൊട വേദനിക്കുന്നു. വൈശാഖിനെ അടിക്കും, കൂട്ടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എനർജി. അപ്പോൾ തിയേറ്ററിലിരിക്കുന്ന എക്സ്പീരിയൻസ് ഞങ്ങൾ ആ കുഞ്ഞു മുറിയിലിരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആഘോഷിച്ചിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ ആ സിനിമ തിയേറ്ററിലെ പടം കണ്ടു ഞങ്ങളുടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതുകൊണ്ട്. നമുക്ക് ഈ ശബ്ദത്തിനെ അവിടെ എത്തിക്കുമ്പോൾ തിയേറ്റർ അത് ഉൾക്കൊള്ളുക എന്നുള്ളത്, നമ്മുടെ തിയേറ്ററിന്റെ ഒരു ഫെസിലിറ്റീസ് എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ളത് കോൺഷ്യസ്നെസ് ഉണ്ടാവും. അപ്പൊ ചില ശബ്ദങ്ങൾ അവിടെ കേൾക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിരാശ ഉണ്ടാവുമെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കില്ലേ? കേൾക്കാതിരിക്കുന്നത് തിയേറ്ററിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ്. ഓരോ തിയേറ്ററിന്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദർ ഇസ് എ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഫോർ ഓൾ ദ പ്രോഡക്ട്സ്. ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിയിലുള്ള സംഭവങ്ങൾ അതേ ഡെസിബിൾ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഞാനിവിടുന്ന് പ്രോഗ്രാം ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബേസിക് മെത്തേഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ബൂസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് തപസ് നായിക് എന്ന് പറഞ്ഞിട്ടുള്ള എഞ്ചിനീയറാണ് അതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അത് മിക്സിംഗ് തിയേറ്ററിൽ ഫൈനൽ അറ്റ്മോസ് അല്ലെങ്കിൽ സൗണ്ട് മിക്സ് ചെയ്യുന്ന എഞ്ചിനീയറാണ്. അതിന് എത്രത്തോളം സബ് ബേസ് ബോട്ടം എത്ര ഉപയോഗിക്കാം, അതിൻ്റെ മീറ്റർ അനുസരിച്ചാണ് എത്രത്തോളം ഡെസിബിൾ അതിന് താഴത്തോട്ട് പോകാം, മുകളിലോട്ട് പോകാം, മിഡ് റേഞ്ച് എത്ര ഉണ്ടായിരിക്കാം, ഡയലോഗ് എങ്ങനെ കേൾപ്പിക്കാം എന്നുള്ളൊരു ടോട്ടൽ സൗണ്ട് ഡിസൈനിങ്ങിലോട്ട് വരുന്നത് ആ ഒരു സമയത്താണ്. പക്ഷെ നമ്മൾ മ്യൂസിക്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഫുൾ പവർ പാക്ഡ് ഓപ്പൺ സാധനമാണ് കൊടുക്കുന്നത്. തിയേറ്ററിൽ നമ്മൾ അവിടെ മിക്സിങ് തിയേറ്ററിൽ ഇരിക്കുമ്പോഴാണ് ഇതിന് എത്രത്തോളം ബൂസ്റ്റ് ചെയ്യണം, എത്രത്തോളം താഴത്തോട്ട് പോകണം, എത്രത്തോളം ആൾക്ക് സൗണ്ട് കേൾപ്പിക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനും വൈശാഖും തപസ് നായകൻ്റെ തലയിൽ കയറുന്നതാണ് മിക്സ് ചെയ്തത്. തപസ് നായക് മാൻ ഇത്രയും ലൗഡ് ആയവരുത് തിയറിയൊക്കെ പറയും. ഞാൻ പറയും
ഞാൻ പൈസ കൊടുപ്പോൾ അതൊക്കെ നിങ്ങളുടെ തിയറി അങ്ങ് കൊണ്ടുപോയി വെച്ചാൽ മതി, ഞങ്ങളുടെ തിയേറ്ററിൽ സൗണ്ട് കേട്ട് അവൻ ബോധം പോണം എന്നുള്ള രീതിയിലാണ് അതിനെ മിക്സ് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ഗോപി, ഇത് വന്നിട്ട് ഇത് നമ്മുടെ തിയറിറ്റിക്കലി അത് അങ്ങനെ പോകുമ്പോൾ തിയറിയൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഉത്സവമാണ്, പിന്നെ പൂരമാണ്, ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല, ഞങ്ങളതൊക്കെ നിങ്ങളുടെ പൂര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പറഞ്ഞാൽ മതി, ഇവിടെ ഒന്നും നടക്കില്ല എന്ന് അങ്ങനെയൊക്കെ അത് മിക്സ് ചെയ്ത് ഭയങ്കര ഫണ്ണായിരുന്നു അത്. പൈസയോട് ചോദിച്ചാൽ പറയും. വിനീത് ശ്രീനിവാസനെ ഉപയോഗിച്ചിരിക്കുന്ന അമ്പാഴം തണലിട്ടൊരിടവഴിയിൽ കുമ്മായം കുറുതൊട്ട മതിലരികിൽ കണ്ണാടിക്കാവിലെ കുറുമൊഴിയെ ഇനി ചെമ്മാനം ചോക്കുമ്പോൾ തുണ വരുമോ, ഒളി മങ്ങാത്ത ചങ്ങാത്ത ചിരി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് അതിൻ്റെ ഓരോ സ്റ്റാൻസയും ഭയങ്കര രസമായിട്ടാണ് അത് തുടക്കം പാട്ട് പാടുന്ന, ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് പാട്ട് പാടുന്ന സാധനമാണ്. കണ്ണാടിക്കാവിലെ കുറുമൊഴിയേ അങ്ങനെ പോകുന്നുണ്ട്. ഇനി ചെമ്മാനം ചോക്കുമ്പോ തുണ വരുമോ, ഒളി മങ്ങാത്ത ചങ്ങാത്ത ചിരി തരുമോ, വീണ്ടും കയറ്റി പിടിക്കുവാണ് അതെ ചെയ്യുന്നത്. അപ്പൊ വിനീത് എങ്ങനെയാണ് ആ പാട്ടിലേക്ക് എത്തുന്നത്? വിനീത് ഒരു കമേഴ്ഷ്യൽ എലിമെന്റ് ആയിട്ട് വന്നതാണ് അത്. വിനീത് അതിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡയറക്ടറിന്റെ ഒരു ആഗ്രഹം, അത് വിനീതിന് ഒരു പാട്ട് എന്തായാലും വേണം ഈ പടത്തിൽ എന്ന് പറഞ്ഞു. വിനീത് നന്നായിട്ട് പാടുമല്ലോ, വിനീത് സിംഗറും കൂടിയാണ്. ഈ പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജി തോന്നണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഡയറക്ടർക്ക്. ചുമ്മാ ഒരു ന്യൂ ട്രെൻഡി സോങ് അല്ല, കുറച്ച് ഒരു പഴമ തോന്നിക്കുന്ന ഒരു പാട്ട്. ഈ മറ്റേ ഒരു ക്ലിഷേ സാധനം എന്ന് പറയില്ലേ, അയ്യോ എന്ത് പറയണത്, എനിക്കത് കമ്പോസ് ചെയ്യുമ്പോൾ എൻ്റെ വികാരം ഇതാണ്. ഒരു ക്ലിഷേ ട്യൂൺ, എനിക്ക് ഇഷ്ടമായില്ല എന്നുള്ളൊരു മൂഡിലാണ് ഇരിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും ഓരോ ചോയ്സ് ഉണ്ടല്ലോ. ഒരു കമ്പോസർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പാട്ടെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളതെന്നില്ല. നമ്മൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല അഭിപ്രായം, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പം ഞാൻ കമ്പോസിഷൻ ചെയ്തെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിലാണ് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ഒരു നൊസ്റ്റാൾജിയ തോന്നണം, കുറച്ച് പഴയ പാട്ടൊക്കെ കേൾക്കൂലേ, ഇടയ്ക്ക് ഇങ്ങനെ ഹൈ പിച്ചൊക്കെ പോയി ഇങ്ങനെ താഴ്ത്തോട്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെ അങ്ങനെയൊക്കെ പോകുന്നൊരു പാട്ട് എന്നുള്ള രീതി. അപ്പം ഞാൻ എനിക്ക് എങ്ങനെയാണോ എന്നോട് പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ മൾട്ടി ക്വസ്റ്റ്യൻ പോലെ എന്തും കിട്ടും, എന്ത് വേണമെങ്കിൽ ചെയ്യാം, വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ ഓക്കെ എന്നാൽ നിങ്ങൾക്ക് അതാണോ വേണ്ടത്, എന്നാൽ ഇങ്ങനെ ഒരു സാധനം പിടി, ഇത് കൊള്ളാം നല്ല രസം. അപ്പം ഇയാളുടെ ടേസ്റ്റ് ഇതാണല്ലേ, എന്നാൽ ശരി, എന്നാൽ പിന്നെ ഇതിൻ്റെ മാക്സിമം കൊടുത്തേക്കാം. അതുകൊണ്ട് ഞാൻ തമാശ രൂപത്തിലാണ് കമ്പോസ് ചെയ്യുന്നത്, സീരിയസ് ആയിട്ടല്ല. ഒറ്റയടിക്ക് പാടി കൊടുത്ത പാട്ടാണ്. പക്ഷെ വരികൾ കഴിഞ്ഞപ്പം അതൊക്കെ ഞാൻ ആ പാട്ട് സ്നേഹിക്കാൻ തുടങ്ങി. അതാണ് വരികളുടെ മിടുക്ക്. അത് ഹരി എഴുതുമ്പോൾ ഭയങ്കര കംഫർട്ടാണ് ഹരിയായിട്ട് വർക്ക് ചെയ്യാൻ. കാരണം ഞാൻ ആരെയും കോമ്പറ്റീഷനാണ് ഇവിടെ കമ്പോസ് ചെയ്യുന്ന സമയത്ത്. 2 പ്രാവശ്യം അപ്പോൾ ഹരി എഴുതുന്ന തുടങ്ങും. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണോ അതോ ഹരി എഴുതിയിട്ട് ഞാൻ കമ്പോസ് ചെയ്യണോ, അതോ ഞാൻ പോയിക്കോട്ടെ മുമ്പോട്ട്? അപ്പോൾ ഹരി പറയും കോച്ചിട്ട് പോയിക്കോ. അപ്പോൾ ഇത് ഇങ്ങനെ പോകേണ്ട കുഴപ്പമില്ല. അപ്പോൾ ഹരി പറയും കുഴപ്പമില്ല പോയിക്കോ. ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുക പുള്ളി, ഞാൻ ട്യൂൺ ഉണ്ടാക്കുമ്പോൾ തന്നെ പുള്ളി എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൊച്ചിട്ട് അതിൻ്റെ ലാസ്റ്റ് തീർന്നില്ല, അത് ഒരു പ്രാവശ്യം കൊണ്ട് കയറ്റാൻ പറ്റുമോ? അതിനെന്താ ഒരു പ്രാവശ്യം കൂടെ വെച്ചോ, ഇങ്ങനെ എഴുതുന്നേ. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര രസമാണ്.